ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് പെറ്റൽസ്. ഇന്ന് അനിയത്തിയുടെ കുട്ടീൻ്റെ 40-ാം ദിവസത്തെ ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ച് ആലത്തൂരിൽ നിന്ന് പാലക്കാടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേവിഷൊക്കെ കാറിൽ കിടന്ന് ഉറക്കമാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് സത്യം പറഞ്ഞു വെച്ചാൽ. കാര്യം വെക്കേഷനാണ്, പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ മടിയാണ്. എണീറ്റൊന്ന് കുളി പാസ്സാക്കി അങ്ങനെ പോവുകയാണ് നമ്മൾ. പക്ഷെ നമ്മുടെ നൂഡിലിന് എപ്പോഴാണ് മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. അവിടെ മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞതും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് പറയാം. വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. മമ്മൂട്ടി നമ്മുടെ കുട്ടിയെത്താ കുട്ടിയമ്മാൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പേരമരമുണ്ട്. അതാണ് കേട്ടോ. നമ്മുടെ ബേബീനെ കൊഞ്ചിക്കാൻ തുടങ്ങി. മേവിഷ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമില്ലാത്ത സംഭവമാണ്, എന്നാലും വിശക്കണ തന്നെ കഴിക്കാം. നമ്മുടെ നൂഡിലിന് ബലൂൺ ഊതുന്ന ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പതിവ് പോലെ മേവിഷ് വന്നതും ടി വിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബലൂണൊക്കെ ഊതി നമ്മുടെ നൂഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നൂഡിലിന് മാത്രമല്ല, നൂഡിലിന് ഇങ്ങനെ ബേബികളിനെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഒരേ നടത്തം. നമ്മൾ കുട്ടിയെ സുന്ദരനാക്കിയിട്ട് കിടത്താനായിട്ട് പുതിയ തൊട്ടിലൊക്കെ ഇട്ടു. നമ്മൾ ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരേ തിക്കും തിരക്കാണ് എന്തായാലും. അതാണ് കേട്ടോ അനിയത്തിക്ക് കൊടുക്കാനുള്ള പുതിയ സാരി. കളർ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. കുട്ടിക്ക് പാച്ചോറ് കൊടുക്കണം ഗൈസ്. കിച്ചോണ്ണൻ ഇടയ്ക്ക് ഞാൻ ഫുഡ് വെക്കുന്ന അവിടെ പോയി നോക്കി. പക്ഷേ ഫുഡൊക്കെ ആയി കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ 40-ാം ദിവസമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ് പാച്ചോറ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഭാബി അനീതിക്കടുത്ത് പുതിയ സാരിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ സ്വന്തം മദർ. കുട്ടിപ്പട്ടാളം അനീതിനെ ഒരുക്കുന്ന തിരക്കിലാണ്, മേക്കപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. അണ്ണൻ ഭാവിയെ എങ്ങനെ എളുപ്പത്തിൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്ന ട്രിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മച്ചാൻ മമ്മൂട്ടിയാവാനുള്ള ശ്രമത്തിലാണ്. ആരോ പറഞ്ഞു മമ്മൂട്ടിയാണെന്ന്. പിന്നെ മമ്മൂട്ടീൻ്റെ ഷർട്ട് കൊടുത്തു. എന്ത് ചെയ്തു? ചെറുതായിട്ട് തിരക്കൊക്കെ വന്നു തുടങ്ങി. നമ്മൾ പുതിയ ക്രാഡിൽ വാങ്ങിച്ചതായിരുന്നു. അന്ന് നമ്മൾ ലുലുവിൽ പോയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളെല്ലാവരും കൂടെ ചേർന്നത് തൊട്ടിയൊക്കെ അടിപൊളിയാക്കുന്ന പരിപാടിയിലാണ്, അതായത് അലങ്കരിക്കുന്ന പരിപാടിയിൽ. ഇതാ അമ്മമ്മയാണ് തൊട്ടിലൊരുക്കണത്.
തൊട്ടിരിക്കണോ ഒരു ഹായ് കാണിക്ക്. ഇത് എൻ്റെ ബ്രദറിൻ്റെ മോള് മഞ്ഞു. ഇത് വേറൊരു അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്. കുട്ടിക്ക് നമ്മൾ ഫങ്ഷന് ഇടാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയും ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു. മക്കളാണെങ്കിൽ ചുറ്റിപ്പറ്റി നിന്നിട്ട് തൊട്ട് കുട്ടിയില്ലാണ്ടാക്കുമോ എന്നാണ് തോന്നുന്നത്. കുട്ടിപ്പെട്ടാലും ബേബീൻ്റെ അടുത്തുനിന്ന് മാറുന്ന ലക്ഷണമില്ല. വട്ടം കറങ്ങി വട്ടം ചുറ്റി ഇരിക്കാൻ കുട്ടീനെ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് ഇത് നമ്മുടെ നെഹ് ബേബി അടക്കം വീക്ഷിക്കുകയാണ്. ഞാൻ മാത്രം ഇന്ന് ഡള്ള് വേഷത്തിലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാഴ്ച ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് പണി കിട്ടിയിട്ടുള്ള അവസ്ഥയിലാണ്. ഇഷ്ടപ്പെട്ടില്ലേ? എവിടെ ഡ്രസ്സ് എല്ലാം വലുത്. ബേബിൻ്റെ ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഇങ്ങോട്ട് നിൽക്ക്. ടയേർഡായിട്ടിരിക്കുന്നു. വയസ്സായവർക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫുഡ് കഴിക്കാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് അങ്ങോട്ട് കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പിടാനാ. അതെയോ? ഓ, ആരാധിക എൻ്റെ സബ്സ്ക്രൈബർ ഫ്രണ്ടാണ്. അത് അവിടെ പോയി ചോദിക്കും. ഇന്ന് മോന് നല്ല ഉറക്കമാണ് കേട്ടോ. ഫുള്ള് ഉറക്കം തന്നെ. ഇത്രയും ബഹളത്തിൻ്റെ ഇടയിലും അവൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അതാ കുട്ടിയമ്മ വന്നിരിക്കണു. അങ്ങനെ ഇനി നമുക്കും ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചാൽ പോയാലോ? നമ്മുടെ മച്ചാൻ ഇവിടെ ഉണ്ട് ഗൈസ്. ബക്കറ്റൊക്കെ തൂക്കിയിട്ടാണ് ഇരിക്കുന്നത്. അവള് കഴിച്ചു. കാണില്ല, ക്ലിയർ അല്ല. ഫുഡ് അടിക്കാൻ വന്ന ആൾ തന്നിട്ടുണ്ട്. തൊട്ടടുത്തൊരു വീട്ടിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ സൗകര്യം ഉണ്ടാക്കിയിരുന്നത്. മഴ കാരണം അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. കറക്റ്റ് വൈഫിന് ഡയറ്റ് ചെയ്യാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. മതി. അങ്ങനെ ചോറ് കഴിച്ച് ഒരു ജിലേബി അകത്താക്കി നമ്മൾ മതിയാക്കി. അതാ നമ്മുടെ നൂഡിൽ നിന്ന് പരിങ്ങുന്നത് കണ്ടോ. അവളിന്നെ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത്തിരി വെളിച്ചം കണ്ടപ്പോൾ മക്കളൊക്കെ റോഡിലിറങ്ങി ഒരേ കളിയാണ്. ഇടയിൽ കൂടെ വീഡിയോ പിടിക്കുക. മാറി കൊടുക്കണോ നോക്ക്. അല്ല, ഇങ്ങനെ നീങ്ങി കൊടുക്കണോ അളിയൻ. ന്യൂ കപ്പിൾസ് അവര് വീഡിയോ പിടിച്ചത് നൂഡിലിന് അത്ര ഇങ്ങോട്ട് പറ്റിയില്ല.
ബേബിയുടെ ഫാദറിൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് മക്കളൊക്കെ ഒന്ന് മടിയിൽ വെച്ച് കൊതി തീർക്കുകയാണ്. ഡ്രസ്സിന് മാച്ച് ആയിട്ടാണ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത്. അവിടെ ഇതാക്കിയില്ല ഡ്രസ്സിന്. നമ്മുടെ ഭാവി ചായ മറ്റേ എന്താ മറ്റേ എന്തിനു ഭാവി പെണ്ണ് കാണാൻ വന്നിരിക്കുക. തടി ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ മിസ് ചെയ്യുന്ന എൻ്റെ സൗദിയിലുള്ള ഇക്കായും വൈഫും വീഡിയോ കോളിലുണ്ട്. ഇപ്പോൾ ബേബിക്ക് കിടക്കാൻ പറ്റിയ ഒരു ടെഡിൻ്റെ ഒരു ഷീറ്റാണ്. അതേപോലെ തന്നെ ഷൂസ് കണ്ട ഐ ലവ് മോം പറഞ്ഞിട്ടുള്ള ഷൂസും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുട്ടിൻ്റെ ഫാദറിൻ്റെ വീട്ടുകാരൊക്കെ വന്നു. അപ്പോൾ ഗോൾഡൊക്കെ ഇടുകയാണ്. ഇനി പേരൊക്കെ വെച്ചതിന് ശേഷം അവർ ഇന്ന് ഫാദറിൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ അനിയത്തിയും കുട്ടിയൊക്കെ പോവുകയാണ്. 2 ദിവസം മാറി വന്നിട്ട് വരുന്നതാണ്. നാണമാകുന്നു. ബേബി പോയതോടുകൂടിയിട്ട് അണ്ടി പോയ അണ്ണാനെ പോലെ മക്കൾക്ക് അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കൂടിയിരിക്കാൻ തുടങ്ങി. ആയിക്കോട്ടെ. പിന്നെ അടുത്ത പരിപാടിയായിരുന്നു പെട്ടി പൊളിക്കൽ. അപ്പോൾ ബേബിക്ക് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഞങ്ങൾ പൊളിച്ച് നോക്കുകയായിരുന്നു. കുറച്ച് ഡ്രസ്സസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ബോയ്സിൻ്റെ ഡ്രസ്സുകളൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, നോക്കണത് അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോരോ പെട്ടിയും പൊളിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെയൊക്കെ ഭ്രാന്തുണ്ടോ? ബോയ്സിൻ്റെ ഡ്രസ്സ് ഇഷ്ടമല്ല, ഗേൾസിൻ്റെ ഡ്രസ്സൊന്നും ഇഷ്ടം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് 2 പെൺമക്കളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചെറുപ്പം മുതൽ പെൺകുട്ടികളുടെ ഡ്രസ്സിനോടും മേക്കപ്പിനോടാണ് കൂടുതലിഷ്ടം. ഇങ്ങനെയുള്ള ഭ്രാന്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അതിനുശേഷം രാത്രിയായപ്പം ഞങ്ങൾ അന്ന് തന്നെ ആലത്തൂരിലോട്ട് തിരിച്ചു. ചെറുതായിട്ട് മഴയൊക്കെ പാറുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.